ഹായ് വെൽക്കം ബാക്ക് ഗൈസ്. സോ എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്കിപ്പോൾ കാണാം പുറത്തിപ്പോൾ ഇവിടെ ഏകദേശം അഞ്ചര മണി ആവാറായി. സോ 5:30 മണി ആവാറാകുമ്പോഴും നല്ല രീതിയിൽ ചൂടുണ്ട്. സോ ഇപ്പം ഞാനന്ന് ഫോണിൽ നോക്കിയ സമയത്ത് ഇവിടെ 43 ഡിഗ്രി സെൽഷ്യസാണ് ചൂട് പുറത്ത് കാണിക്കുന്നത്. ബട്ട് 45 ഡിഗ്രിയോളം ചൂട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്നാണ് എന്താ പറയുക വെതർ റിപ്പോർട്ട് കാണിക്കുന്നത്. സോ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായി കാണും ഇങ്ങനെ ഒരു ചൂട് തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ചൂടുണ്ടായിരുന്നു, ബട്ട് ഇത്ര എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതുപോലത്തുള്ള ചൂടില്ലായിരുന്നു. കുറച്ച് കുറഞ്ഞ ചൂട്. പക്ഷെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 7-7:30 വരെ ഈ ഒരു ചൂട് നിലനിൽക്കും. ഒരു 8 മണി അടുപ്പിക്കാറാകുമ്പോഴാണ് ഇവിടെ ഇരുട്ടി തുടങ്ങുന്നത്. സോ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക, ഒരു 8 മണി രാത്രി ഒരു 8 മണി വരെ ഇവിടെ നല്ല രീതിയിൽ പുറത്ത് വെട്ടം കാണും. സോ ആ ഒരു രീതിയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ബേസിക്കലി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അങ്ങനെ അധികം ഇപ്പോൾ സ്ട്രെസ് കൊടുക്കാറില്ല. കാരണം നമ്മളിപ്പോൾ ലാസ്റ്റ് സെമസ്റ്റർ കോളേജ് കഴിഞ്ഞു. സോ മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രീ ആണ്. ഞാൻ എന്താ പറയുക, പുതിയ കോളേജിൽ മാസ്റ്റേഴ്സിന് അല്ലെങ്കിൽ അപ്പോൾ ഇനി അങ്ങോട്ടുള്ള ഫർദർ സ്റ്റഡീസിന് വേണ്ടി ഞാൻ ഇങ്ങനെ അപ്ലൈ ചെയ്ത് നോക്കുന്നുണ്ട്. സോ ഇന്ന് ഇങ്ങനെ ഞാനൊരു റെക്കമെൻഡേഷൻ എടുക്കാൻ വേണ്ടി, സാറന്മാരുടെ റെക്കമെൻഡേഷൻ എടുക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് ഉറക്കണിക്കാൻ താമസിച്ചു പോയി. കാരണം രാത്രി എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഇന്നലെ നല്ല കറണ്ട് കട്ടുണ്ടായിരുന്നു. സോ ചൂടും കറണ്ട് കട്ടും ആ സമയത്ത് AC ഒന്നും ഇടാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ചെറിയ രീതിയിൽ ഉറക്കം അങ്ങനെ ഡിസ്റ്റർബായി. സോ ഇന്ന് ഞാൻ ലേറ്റായിട്ട് എണീച്ചു. ഓക്കെ, സോ എന്താ പറഞ്ഞ അപ്പോൾ അതൊരു ഞാനൊരു ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു. ഇവിടെ നല്ല ചൂടാണ് ഇപ്പോൾ, ഓൾമോസ്റ്റ് നല്ല ചൂട്. ഇപ്പോൾ ഈ ജിമ്മ് മാത്രമാണ് ഞാൻ കറക്റ്റായിട്ട് ഇപ്പോൾ നടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ബാക്കിയൊന്നിലും അധികം കോൺസെൻട്രേഷൻ കൊടുക്കാറില്ല. ജിമ്മിൽ മാത്രം നമ്മൾ കറക്റ്റായിട്ട് പോകാൻ നോക്കും. എന്താ പറയുക, വർക്കൗട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ട്. പിന്നെ ഡയറ്റിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കൂടുതലും ബോഡീനെ എന്താ പറയുക ഉള്ളിൽ നിന്ന് തണുപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡ് കഴിക്കും. കൂടുതൽ നമ്മൾ ഫോക്കസ് നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്കിൽ ഞാൻ ഇപ്പോൾ ചെറിയ രീതിയിൽ ഫോക്കസ് മാറ്റി വെച്ചേക്കുവാണ്. അത് ഇനി പതുക്കെ ചൂട് അനുസരിച്ച് നമ്മൾ ബാക്കി നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കറക്റ്റാക്കി കൊണ്ടുവരും. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താ പറയുക, ഞാൻ പറഞ്ഞ പോലെ കുറച്ച് നാൾക്ക് ശേഷം ജിമ്മ് സ്റ്റാർട്ട് ചെയ്തതിനെ കൊണ്ട് അത്യാവശ്യം മസിൽ സോഫ്റ്റ്നെസ്സും മസിൽ ലൂസും ഒക്കെ ഉണ്ട്. സോ അതിന് ഞാനിപ്പോൾ ഡയറക്റ്റ്ലി പോയി ഓൾ ഇൻ ഓൾ ഔട്ട് ഞാൻ വർക്കൗട്ട് ചെയ്യാറില്ല. ഞാൻ ചെറിയ രീതിയിൽ മൊബിലിറ്റി ട്രെയിനിങ്ങും അതുപോലെ സ്ട്രെച്ചിങ് ഒക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ നമ്മുടെ ഫോക്കസ് ചെയ്ത് മസിലിനെ ഒന്ന് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അനക്കി, അല്ലെങ്കിൽ അതിനൊരു മസിൽ മെമ്മറി സ്റ്റിമുലസ് പതുക്കെ കൊടുത്തു തരും. നമ്മളിപ്പോൾ ഏതൊരു പ്രോഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിലും, ഏതൊരു വർക്കൗട്ട് പ്രോഗ്രാം ഫോളോ ചെയ്യുന്ന മസിൽസിനെ നമുക്ക് സ്റ്റിമുലസ് കുറേ നാൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് പോയി ഹെവി ലോഡ് അടിച്ചു കഴിഞ്ഞാൽ അതിൽ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഹെവി ലോഡ് അടിക്കുന്ന സമയത്ത് നമുക്ക് മസിൽ ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങിലോ ആ ഒരു ഫോക്കസ് പോകത്തില്ല. സോ ബേസിക്കലി നമുക്ക് മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ആദ്യം നല്ല രീതിയിൽ നമ്മൾ സ്ട്രെച്ചിങ്ങും മൊബിലിറ്റി ട്രെയിനിങ്ങും ഒക്കെ ചെയ്ത് നമ്മുടെ മസിലിന് സ്റ്റിമുലസ് കൊടുക്കണം. സ്റ്റിമുലസ് കൊടുത്തിട്ട് അതുവഴി പതുക്കെ നമ്മൾ മസിൽ സ്ട്രെച്ചും കോൺട്രാക്റ്റും ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പതുക്കെ ഒരു 2-3 ആഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ലോഡ് കൂട്ടുമ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് മസിലിനകത്ത് ടെൻഷൻ വരികയും ആ ഒരു ടെൻഷൻ മാത്രമാണ് നമ്മുടെ മസിലിനെ എന്താ ഫർദർ ഗ്രോ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. സോ അതൊന്ന് പറയാമെന്ന് വിചാരിച്ചു. സോ ബേസിക്കലി ഇന്ന് എൻ്റെ ലെഗ് ഡേ ആണ്. ഞാൻ ലെഗ് ഡേയുടെ വീഡിയോസ് ഞാൻ ജിമ്മിൽ പോയിട്ട് ഞാൻ ഷൂട്ട് ചെയ്തിരും. സോ ഇങ്ങനെ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു നമ്മുടെ ഷൂട്ടിൻ്റെ. സോ ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് ഞാൻ 2 മീൽസ് എടുത്തു. ഇനി 2 മീൽസ് എടുത്ത് ഇനി 1 മീലും കൊണ്ട് ജിമ്മിന് പോകുന്നതിന് മുമ്പ് ഒരു മീൽ എടുത്തിട്ട് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യും. എന്നിട്ട് അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ ഇതിൻ്റെ കൂടെ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്യും. സോ ഉച്ചയ്ക്കാണ് ഞാൻ നോർമലി പൊയ്ക്കൊണ്ടിരുന്നത് ജിമ്മിൽ. ബട്ട് ഇപ്പോൾ ചൂടൊക്കെയാണ്, ഞാനിപ്പോൾ രാത്രിയാണ് പോകുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ ജിമ്മിൽ പോയി തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ആങ്കിൾസിനും അതുപോലെ ജോയിൻറ്റ് ഹെൽത്തിനും നല്ല രീതിയിൽ മൊബിലിറ്റി ട്രെയിനിങ്ങും അതുപോലെ സ്ട്രെച്ചിങ്ങും ഒക്കെ കൊടുക്കുന്ന കാര്യം നല്ല ആവശ്യമുള്ള കാര്യമാണ്. നമുക്കത് ഡയറ്റിലൂടെയും ചെയ്യാം. നല്ല ഡയറ്റ് എടുത്ത് നമുക്ക് ആങ്കിൾസിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം. അതുപോലെ തന്നെ നമുക്ക് വർക്കൗട്ടിൻ്റെ മുമ്പ് കുറച്ച് മൊബിലിറ്റി ട്രെയിനിങ്ങും ചെയ്യാം. സോ ബേസിക്കലി നമ്മുടെ ലെഗ് സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആങ്കിൾസും നമ്മുടെ നീസ് അതുപോലെ നമ്മുടെ ഹിപ്സ്, ഇതാണ് നമ്മൾ മെയിനായിട്ട് മൂവ് ചെയ്യിപ്പിക്കുന്ന ജോയിൻറ്റ്. സോ ഹിപ്പിന് ഞാൻ മൊബിലിറ്റി ട്രെയിനിങ് ഓൾറെഡി ചെയ്തായിരുന്നു ഒരു മാറ്റിൽ. പക്ഷേ നിങ്ങൾ നീസ് വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങളൊരു സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ ചെയ്യുവാണെങ്കിൽ, അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യുവാണെങ്കിൽ അത്യാവശ്യം നമ്മുടെ എന്താ പറയുക നീസ് നല്ല രീതിയിൽ മൂവ് ആവുകയും അതുപോലെ തന്നെ അതിൽ മൊബിലിറ്റി അത്യാവശ്യം കിട്ടുകയും ചെയ്യും. സോ സിംഗിൾ ലെഗ് എക്സ്റ്റൻഷൻ കൊണ്ട് അതുമാത്രമല്ല അതിൻ്റെ പെട്ടെന്ന് ബ്ലഡ് പമ്പ് ആവുകയും നല്ലൊരു വർക്കൗട്ട്, അതായത് ഫ്യൂച്ചറിൽ നമ്മൾ ചെയ്യുന്ന എക്സസൈസുകൾക്ക് ഒരു പമ്പായിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. സോ നെക്സ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്ക്വാട്ട് മെഷീനിലുള്ള സ്ക്വാട്ടാണ്. ബേസിക്കലി കാലിൻ്റെ നമ്മുടെ ലെഗിൻ്റെ ക്വാഡ് മസിലിൻ്റെ മിഡിൽ പാർട്ടായിട്ടുള്ള ഒരു മസിലിനെയാണ് ഞാൻ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക്.
സോ നെക്സ്റ്റ് ലെഗ് പ്രസ്സിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യം, കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മുടെ ഫീറ്റിൻ്റെ പൊസിഷനിങ്ങിൽ പാഡിൽ എവിടെ വയ്ക്കണം, അതുപോലെ തന്നെ നമ്മുടെ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെ ആയിരിക്കണം. സോ ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മൾ പലവർക്കും പല ഹൈറ്റാണ്, പല ബോഡി ടൈപ്പാണ്, പല ലെങ്താണ് ലെഗ്സിനൊക്കെ. സോ ബേസിക്കലി അത് ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സോ നിങ്ങൾക്ക് ചിന്തിക്കുന്ന മസിലിൽ എങ്ങനെ പൊസിഷനിങ്ങിൽ വെക്കുമ്പോൾ, എവിടെ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ടെൻഷൻ കിട്ടുന്നത്, അല്ലെങ്കിൽ ഏതൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ടെൻഷൻ കിട്ടുന്നത്. സോ അത് നിങ്ങൾ ചെയ്യുക. സോ ലാസ്റ്റ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഹാംസ്ട്രിങ് കേളാണ്. സോ ഹാംസ്ട്രിങ്ങിന് ഞാൻ ഒരു വർക്കൗട്ടേ ചെയ്യുള്ളൂ, കാരണം ഞാൻ ബാക്കിൻ്റെ കൂടെ ഓൾറെഡി ഹാംസ്ട്രിങ് ചെയ്യുന്നുണ്ട്. സോ അത്രേ ഉള്ളൂ ഈ വീഡിയോയിൽ. ജസ്റ്റ് ഒരു അപ്ഡേറ്റ് തരാമെന്ന് വെച്ചു. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. നമ്മൾ പ്ലാൻ ബൈ പ്ലാൻ എങ്ങനെയാണ് ഇനി അത് നമ്മുടെ പഴയ ഒരു വർക്കൗട്ട് രീതിയുടെ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ വോളിയത്തിൽ കൊണ്ടെത്തിക്കുന്നത്. അതിനുശേഷം അവിടെ നിന്ന് എന്താണ് ഇനി ഫ്യൂച്ചർ പ്ലാൻ, അതെല്ലാം ഞാൻ വീഡിയോയിലൂടെ പറയും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.